കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ മകനുമായി ഒരു അപൂർവ കൂടി. നമസ്കാരം. നമ്മളുടെ മുമ്പിൽ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും പരിചയപ്പെടുത്തുമ്പോഴുള്ള സന്തോഷം എന്ന് വെച്ചാൽ വല്ലപ്പോഴുമാണ് വന്നു കിട്ടുക. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ മകൻ ജോസ് മുണ്ടശ്ശേരിയാണ്. അദ്ദേഹം ഇപ്പോൾ യാദൃശിക തന്നെ പറയേണ്ടി വരും. ഞങ്ങളൊരു ചായക്ക് മുമ്പിലാണ് കണ്ടുകിട്ടിയത്. മണീസ് കേഫിൻ്റെ, തൃശ്ശൂരിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മണീസ് കേഫിൻ്റെ കഥ ഒരിക്കൽ പറയുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ മണീസ് കേഫിൻ്റെ ഒരു കാലം പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്, സൈക്ലിസ്റ്റ് തൃശ്ശൂരൊക്കെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ കിട്ടിയ കഥകൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ, പട്ടിണിയുടെ കാലഘട്ടത്തിലെ, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഒക്കെ തൃശ്ശൂരിൻ്റെ നേരെ പരിച്ഛേദം നമ്മളിൽ നേരിട്ടറിയാൻ പറ്റുന്ന അപൂർവങ്ങളിലായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. ജോസേട്ടാ, ഇപ്പോൾ എത്ര ദിവസം കൂടി ഇവിടെ ഉണ്ടാവും? ഞാൻ ഈ വരുന്ന ഞായറാഴ്ച, അതായത് 9-ാം തീയതി തിരിച്ച് ഞാൻ അമേരിക്കയിലേക്ക് പോകും. ഇപ്പോൾ നമുക്ക് നിൽക്കുമ്പോഴേ എന്ന് വെച്ചാൽ തൃശ്ശൂരിൻ്റെ ഒരു കഥ പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത അനുഭവങ്ങളാണ്. എന്ന് വെച്ചാൽ വിമോചന സമര അനുഭവങ്ങൾ വെറുതെ ഒന്ന് ഓർത്തെടുക്കാൻ, വെറുതെ അടികിട്ടിയ കഥ പോലും ഉണ്ട് അല്ലേ? വെറുതെ അടികിട്ടിയ കഥ ഒന്നാ കഥ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഓർമ്മയിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഒരു കഥ ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെ ഇരിക്കും? തിരുവനന്തപുരത്ത് കേരളത്തിലാകെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നുള്ളൂ. അത് ബാക്കി ജോസേട്ടൻ പറഞ്ഞു. അവിടെയാണ് ഞാൻ എൻജിനീയറിംഗ് പഠിച്ചത്. 1959 വിമോചന സമരം നടന്ന മൂർധന്യ സ്ഥിതിയിലാണ്. അപ്പോൾ അന്ന് കാലത്ത് എൻജിനീയറിങ്ങിന് 4.5 വർഷം എടുക്കും. വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ 2 മാസം 2.5 മാസം ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ പോയി ജോലി ചെയ്യണം. ഞാൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് പള്ളിവാസൽ പവർ ഹൗസിൽ 2.5 മാസം ഞാൻ പോയി ജോലി ചെയ്തു. അപ്പോൾ അതിനൊരു സ്റ്റൈഫൻഡൊക്കെ ഗവൺമെൻറ്റിന് അന്ന് കാലത്ത് കിട്ടും. ഞങ്ങൾ ഗവൺമെൻറ് കോളേജാണല്ലോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ മൂന്നാറിൽ നിന്ന് ബസ് കയറി കോട്ടയത്ത് വന്ന് ബസ് മാറി കയറാൻ നിൽക്കുന്ന സമയത്ത് ഈ വിമോചന സമരത്തിന് തിരുവനന്തപുരത്ത് പോയി കുറേ പേര് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്ന അതിലൊരാള് എൻ്റെ കൂടെ ഇന്റർമീഡിയറ്റ് പഠിച്ചിരുന്നു UC കോളേജിൽ. അത് UC കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു, അത് ആലുവയിലുള്ള. അപ്പം ആ UC കോളേജിൽ ഉള്ള സ്റ്റുഡൻസിൽ ഒരാൾ എൻ്റെ കൂടെ പഠിച്ചായിരുന്നു. അപ്പം അങ്ങേര് പറഞ്ഞതാ നിൽക്കുന്നതാണ് ഈ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ മകൻ. അപ്പം എൻ്റെ അപ്പനെതിരായിട്ടാണ് ഈ വിമോചന സമരം നടക്കുന്നത്, വിദ്യാഭ്യാസ ബില്ലിനെ എതിർപ്പായി. അപ്പം അവരൊരു 10-12 പേരങ്ങ് ഇറങ്ങി വന്ന് എന്നെ തല്ലി ചവിട്ടി. അവസാനം ഞാൻ നിലത്ത് വീണു. അപ്പോൾ ഞാൻ ഒരു പരിതാപകര സ്ഥിതിയിലായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. അപ്പോൾ ഒരു ടൈം കീപ്പർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ബസ്സിൻ്റെ അങ്ങേരാണ് ബസ് സമയം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അങ്ങേര് പറഞ്ഞു, സാറ് എൻ്റെ ഈ ഷെഡിലേക്ക് അങ്ങ് കയറിക്കോളാം. ഞാൻ അതിനകത്ത് നുഴഞ്ഞു കയറി. പിന്നെ അങ്ങേര് വാലടച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ആ ഓർമ്മ എനിക്കിപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ത്യ വിടാനുള്ളതിൻ്റെ ഒരു കാരണം അസാധ്യതല്ലാണ്. എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇദ്ദേഹം തന്നെ നമ്മുടെ അടുത്ത് ഒരിക്കൽ പറയണ്ടായെന്ന് വെച്ചാൽ 50-കളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പട്ടിണിയുടെ കഥ എന്ന് വെച്ചാൽ 50-60-കളിലല്ലേ, അന്നൊക്കെ റേഷൻ കാർഡ് വെച്ചിട്ടാണ് എല്ലാ മണ്ണെണ്ണ, തുണി, പഞ്ചസാര എല്ലാം കിട്ടുന്നത് അന്ന് കാലത്ത്. അപ്പം അന്ന് കാലത്ത് തുണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളുണ്ട്, ഞാനാണ് ഇളയത്. അപ്പം എൻ്റെ ട്രൗസർ തയ്ക്കുന്നത് ഈ പഞ്ചസാര വന്നിട്ടുള്ള ചാക്ക് തുണി ഉപയോഗിച്ചിട്ടാണ്. അന്ന് അമേരിക്കയിൽ നിന്നാണ് ഇത് വരിക എന്നാണ്. അതെ, പുറത്തുനിന്ന് വരുന്ന ചാക്കിലാണ്, ഒരു തുണിച്ചാക്കിലാണ് പഞ്ചസാര, ആട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് വന്നുകൊണ്ടിരുന്നത്. ആ തുണി കൊണ്ടാണ് ഞാൻ ട്രൗസർ ഇട്ട് വളർന്നത്. ഏറ്റവും വലിയൊരു കാര്യം തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനമാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുള്ളത് അപൂർവമായിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് AKTK വാസുദേവൻ നമ്പൂതിരിപ്പാട് എൻ്റെ മംഗളോദയം പ്രസ്ഥാനം എന്ന് കോഫി ഹൗസ് ഇരിക്കുന്ന ആ സ്ഥലം. AKTK വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ ഓർക്കുമ്പോഴേ, മംഗളോദയം പ്രസ്സിനെ ഓർക്കുമ്പോഴേ
അപ്പൻ അവിടെ ആയിരുന്നു, അതുപോലെ തകഴി അവിടെയായിരുന്നു. കേരളത്തിലെ സാഹിത്യകാരന്മാരെല്ലാവരും ONVയുടെ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു അനുഭവം അല്ലേ? ഈ എഴുത്തുകാർക്ക് ഒരു അവരെഴുതിയ പുസ്തകം വിറ്റ് കഴിഞ്ഞാലുള്ള ഒരു റോയൽറ്റി എന്ന് പറഞ്ഞൊരു ഒരുപാട് അത് കൊടുക്കാൻ തുടങ്ങിയത് ദേശമംഗലം നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അന്ന് കാലത്തൊക്കെ ഒരു 500 കോപ്പിയോ 1000 കോപ്പിയോ പുസ്തകം അടിച്ചാൽ അങ്ങേര് കൃത്യമായിട്ട് അതിൻ്റെ കണക്ക് കൊടുത്ത്, അതുകൊണ്ടാണ് അന്ന് കാലത്ത് തിരുവാങ്കൂറിലുള്ള എഴുത്തുകാരും ഇവിടെ വരാൻ തുടങ്ങി. ചങ്ങമ്പുഴ പോലും നമുക്കറിയാം. അതെ, ഇവിടെ ചങ്ങമ്പുഴയുടെ രമണൻ, വാഴക്കുല, ഇങ്ങനെയുള്ള പലതും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മംഗളോദയം പബ്ലിഷിംഗ് ഹൗസാണ്. അപ്പോൾ എൻ്റെ അപ്പൻ അവരെക്കാൾ കുറച്ച് പ്രായമുള്ള ആളായതുകൊണ്ട് ചെറിയ നേതാവെന്നുള്ള മട്ടിലാണ് അവർ കരുതിയിരുന്നത്. അപ്പോൾ മംഗളോദയത്തിൻ്റെ മുമ്പിൽ നിന്ന് വർത്താനമൊക്കെ പറയും. അത് കഴിഞ്ഞ് അന്ന് പൂരപ്പറമ്പിൽ മരങ്ങളും ഉണ്ട്, പുല്ലും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അവിടെ പോയി ഇരുന്ന് വർത്താനം പറയാൻ സൊള്ളാനും പോകും. അപ്പം ഇതിൽ ഒരു വലിയ നേതാവായിട്ടുള്ള ഒരാൾ പൊൻകുന്നം വർഗീസാറാണ്. അങ്ങേര് പോയി അവിടെ ഒരു ചെറിയ സ്റ്റോറുണ്ട്, ടോണി ബ്രദേഴ്സിനോ വെൽഫെയർ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞാൽ, അവിടെ പോയി ഒരു ചെറിയ ബോട്ടിലിൽ കുറച്ച് ബ്രാൻഡി മേടിച്ചു കൊണ്ട്, പേര് ബിസ്ക്കറ്റ് ബ്രാൻഡി എന്നാണ് എൻ്റെ പേര്. അത് കുറച്ച് ഇവരൊന്ന് മോന്തും, അതിൽ ഗ്ലാസ് ഒന്നുമില്ല. അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പലണ്ടി അങ്ങനെ വല്ലതൊക്കെ വേണം. തട്ടുകട അവിടെ മുമ്പിലുണ്ട്, ജോസ് തിയേറ്ററിൻ്റെ മുമ്പിൽ. അവിടെ പോയി അന്ന് ONV സാറിനൊന്നും ഇരിക്കാനുള്ള ഇല്ല, പ്രായമായിട്ടില്ല. അപ്പോൾ ONV സാറിനോട് പോയി നീ കുറച്ച് കപ്പലണ്ടി മേടിച്ചു കൊണ്ടുവരാൻ പറയും, കപ്പലണ്ടിയോ കടലയോ അങ്ങനെ. അപ്പോൾ ആ ജോലിയായിരുന്നു ONV സാറിന്. ഇത് ONV സാർ എന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഴ്ച ഞാൻ കാണാൻ പോയപ്പോൾ പറഞ്ഞൊരു കഥയാണ്. എൻ്റെ ജോലി കപ്പലണ്ടിയും കടലയും മേടിച്ച് കൊടുക്കലാണ്, എനിക്ക് മദ്യപാനമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ONV സാറ് കല്യാണം കഴിച്ചത് അങ്ങേരുടെ ഒരു സ്റ്റുഡൻറ്റിനെയാണ്, മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്തുള്ള അവിടെ പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻറ്റിനെയാണ്. അപ്പോൾ കല്യാണത്തിന് അങ്ങ് ഭാരതപ്പുഴയുടെ അടുത്തോ മറ്റോ ഉള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു നായർ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആ കല്യാണത്തിന് എൻ്റെ അപ്പനും തകയും കൂടി പുറപ്പെട്ടു. അവിടെ ചെന്ന് ബസ് ഇറങ്ങി ഒരു പാടത്തിൻ്റെ പറമ്പിൽ കൂടെ കുറെ നടന്ന് ഒരു കണക്കിന് അവർ വീട്ടിലെത്തി. അപ്പം അതിനിടയ്ക്ക് ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു, അവിടെ കയറി കുറച്ച് കള്ളും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ ചോദിച്ചോ, തനിക്ക് ഇത്രയും ഉൾനാട്ടിൽ പോയിട്ട് വേണോ ഒരു പെണ്ണിനെ കിട്ടാനായിട്ട്? വല്ല പട്ടണത്തിലുള്ള പെണ്ണുങ്ങളെ കിട്ടി പോരെന്ന് എൻ്റെ അപ്പൻ ചോദിച്ചു. ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രശ്നം. അതെ, അപ്പൊ അങ്ങനത്തെ പല കഥകളും ഉണ്ട്. ഒരു കഥകളുടെ സാഗരമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ വിമോചന സമരത്തിന്റെ തൃശ്ശൂര്, അതുപോലെ തന്നെ ആദ്യത്തെ വോട്ടെടുപ്പ് പച്ചപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും. അതില് മഞ്ഞപ്പെട്ടിയാണ് ജയിച്ചത് എന്ന് വെച്ചാൽ ജനാധിപത്യം വേണമെന്ന് പറഞ്ഞ അത്. അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളുടെ ഒരു അനുഭവങ്ങളുടെ അറിവിന്റെ ഒരു കലവറയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ. കാരണം നേരനുഭവം, എഴുത്ത്, വായന, അതിൽ കൂടെയല്ല തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനമാക്കാനായിട്ട് പരിശ്രമിച്ച കേരളത്തിലെ സാഹിത്യകാരന്മാർ മുഴുവൻ വന്ന KTKM വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മംഗളോദയം പ്രസ്സിനെ കുറിച്ച് ഇതൊക്കെ അറിയുന്ന അപൂർവം നേരറിവുള്ള ആളുകളിൽ ഒരാൾ, ഞാൻ അറിയുന്ന ഒരേ ഒരാളാണ് അദ്ദേഹം. ഇടയിലുള്ള ഇടവേളകൾ മാത്രം എനിക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. ഞങ്ങളൊരു ചായക്ക് മുമ്പിലാണ് ഇപ്പൊ കണ്ടുമുട്ടിയിട്ടുള്ളത്, കാപ്പി ക്ലബിന്റെ പഴയ നടക്കാവിലാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം ജോസഫ്. താങ്ക് യു. ബിജുവിനെ കണ്ടതിൽ സന്തോഷം. ഓർക്കുന്നത്